എൻ്റെ പേര് ജെൻസി. ഞാൻ പുനവേലി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ആങ്ങളയുടെ ഒരു അസുഖത്തിൻ്റെ കാര്യം പറയാനാണ്. ആങ്ങള സൗദിയിലായിരുന്നു. റിസൈൻ ചെയ്ത് വരാൻ 2 ദിവസങ്ങൾ ബാക്കിയുണ്ടായിരുന്നപ്പോഴാണ് പാൻക്രിയാസിന് ഇൻഫെക്ഷനായിട്ട് ഭയങ്കര വേദനയായിട്ട് ഹോസ്പിറ്റലിൽ കയറ്റി. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാം ബോഡിയിലെ എല്ലാ ലെവലെല്ലാം കൂടിയിട്ട് ICUലാക്കി. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഇനിയും രക്ഷയില്ല, പ്രതീക്ഷിക്കുകയേ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മമ്മി ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് പിറ്റേ ദിവസം തന്നെ വന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അച്ഛൻ അപ്പോഴേ പറഞ്ഞായിരുന്നു സൗഖ്യപ്പെട്ടിട്ടുണ്ട്, ദൈവം തൊട്ട് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല, റിസൾട്ടൊക്കെ അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞു. വൈകിട്ട് രാവിലെ എടുത്ത ബ്ലഡിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാത്തിലും ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. ലെവലൊക്കെ ഒത്തിരി കുറഞ്ഞു. അതിൽ നിന്ന് പിന്നെ നന്നായിട്ട് ബോഡി പ്രതികരിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. ചെസ്റ്റിൽ വെള്ളം കയറി, പിന്നെ വയറ്റിലും വെള്ളമായി, ലിവർ ഫങ്ഷൻ ഒരുപാട് നിന്നുപോയി, കിഡ്നി ഫങ്ഷനും നിന്നു. അങ്ങനെ മൊത്തം ഫുൾ ബോഡി വീക്കായി പോയായിരുന്നു. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഓപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ എല്ലാം നോർമലായിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ICUന്ന് വെളിയിലിറക്കി. അത് കഴിഞ്ഞ് പീഡിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുമായിരുന്നു. 20 ദിവസമായിട്ട് ഉറങ്ങിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് കരഞ്ഞു. അപ്പം ഞാനും ഏട്ടൻ്റെ ഭാര്യയും കൂടെ വേണമെന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പം അച്ഛൻ ഫോൺ ചെയ്ത് ജോബിൻ്റെ അടുത്തും പറഞ്ഞു. ജോബിൻ എന്നാണ് പേര്. ജോബിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞ് നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റി ജോബിന്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് വരാനും പറ്റി. അത് കഴിഞ്ഞ് ലേക്ക് ഷോറിൽ കാണിച്ചപ്പോഴത്തേനും ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും മരുന്നും ഡയറ്റും മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഒരു ചെറിയ മുഴയുണ്ട് പാൻക്രിയാസിൽ. അത് 3 ആഴ്ച കഴിഞ്ഞ് CT സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കുറഞ്ഞില്ലെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത് കുറഞ്ഞോളും, അതിന് ഓപ്പറേഷനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പം അത് കുറയുന്നുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് 1000 നന്ദി. അതുപോലെ ഈ ഒരു അവസ്ഥ വന്നതുകൊണ്ട് എനിക്കും ആങ്ങളയ്ക്കും ഒന്നും അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തവരായിരുന്നു. അതിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം എന്തും കേൾക്കുമെന്നുള്ള ഒരു വിശ്വാസവും ബോധ്യവും ഞങ്ങൾക്ക് തന്നു. അതിന് ദൈവത്തിന് 1000 നന്ദി. അതുപോലെ ദിവ്യകാരുണ്യ ഭവനിലെ എല്ലാ അച്ഛന്മാർക്കും എല്ലാ ശുശ്രൂഷകർക്കും 1000 നന്ദി. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വലിയ അപകട സാഹചര്യമായിരുന്നു. കിഡ്നി ഫെയിലിയറായി, അതുപോലെ ലിവറും ക്യാൻസറുമെല്ലാം. നിസ്സഹായതയിൽ നിന്ന് നിലവിളിച്ചപ്പോൾ, കണ്ണുനീരോടുകൂടി നിലവിളിച്ചപ്പോൾ അങ്ങ് അകലെയാണ്. പോയി സഹായിക്കാനോ ഒന്ന് കേൾക്കുവാനോ ഒന്നും സഹോദരിമാർക്കോ അമ്മയ്ക്കോ ഒന്നും സാധിക്കുന്നില്ല. എങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് അല്ലെങ്കിൽ മണിക്കൂറുകൾ തന്നെ ഇവിടെ വന്നിരുന്ന് ചിലവഴിച്ചുകൊണ്ട് കുർബാനയുടെ ആ വലിയ അഭിഷേകം, ദിവ്യകാരണത്തിൻ്റെ അഭിഷേകം തൻ്റെ ആങ്ങളയുടെ പക്കലേക്ക് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായ ഒരു സ്പർശനമായിരുന്നു. വലിയൊരു സാക്ഷ്യമാണത്. അത്ഭുതകരമായ ഒരു സ്പർശനമായിരുന്നു. ആ യുവ സഹോദരനെ സൗഖ്യപ്പെടുത്തിയത്. നാട്ടിലേക്ക് വരുവാനായിട്ടും അത് തുടർന്ന് ചികിത്സയിൽ വിടുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് അത് വലിയ സൗഖ്യമായി മാറട്ടെ. ആ കുടുംബത്തെ അനുഗ്രഹിച്ച വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും 1 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയവനായ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.